ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡ്യൂസൽഡോഫിലുള്ള സെന്റ് ലാൻബർട്ടസ് ചർച്ചിലാട്ടോ. 13ാം സെഞ്ചുറിയിൽ പണിത ഒരു ഗോത്തിക് മാസ്റ്റർ പീസ് ആണ് ഈ സെന്റ് ലാംബർട്ടസ് ചർച്ച്. ഈ ചർച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് സ്പയർ ആണ്. 1815 ഒരു മിന്നൽ ആക്രമണത്തിന് ശേഷം അടി ഉപയോഗിച്ച് ഈ സ്പയർ പുനർനിർമ്മിച്ചു. അത് കാലക്രമേണ വികൃതമാകുകയും അതിനൊരു സവിശേഷമായ രൂപം നൽകുകയും ചെയ്തു. എന്നിരുന്നാലും പ്രാദേശിക ഇതിഹാസം വ്യത്യസ്തമായൊരു കഥയാണ് പറയുന്നത്. പള്ളിയുടെ പവിത്രതയിൽ കോപാകുലനായ പിശാച് അതിനെ പിഴുതെടുക്കാൻ ശ്രമിച്ചു. കോപത്താൽ ഗോപുരം വളച്ചൊടിച്ചു. ഈ പള്ളിയകത്ത് 15ാം നൂറ്റാണ്ടിലെ അതിശയകരമായ ഒരു കൂടാരവും ഡ്യൂക്ക് വിൽഹെയിം അഞ്ചാമന് സമർപ്പിക്കുന്ന ഒരു നവോത്ഥാന സ്മാരകവുമുണ്ട്. ലോവർ റൈൻ മേഖലയുടെ മാതൃകയിലുള്ള ബ്രിക്ക് ഗോത്തിക് ശൈലിയിലാണ് ഈ വാസ്തുവിദ്യ പ്രദർശിപ്പിക്കുന്നത്. അതിന്റെ കരുത്തുറ്റതും സങ്കീർണവുമായ ഇഷ്ടിക പണികൾ അതിന്റെ സവിശേഷതയാണ്. നൂറ്റാണ്ടുകളായി സെന്റ് ലാംബർട്ടസ് ഒരു ആത്മീയ കേന്ദ്രമാണ്. അതിന്റെ ഉത്ഭവം 1159 സ്ഥാപിതമായ ഒരു പള്ളിയിൽ നിന്നാണ്. നിലവിലെ ഘടന 1394 പൂർത്തിയായി. 1974 പോൾ 6 മാർപ്പാപ്പ ഇതിനെ ഒരു മൈനർ ബസിലിക്കയായി പ്രഖ്യാപിച്ചു. ഇത് കത്തോലിക്ക സഭയിൽ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. 2ാം ലോക മഹായുദ്ധ സമയത്ത് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കമ്മ്യൂണിറ്റീസിന്റെ ഹെൽപ്പ് കൊണ്ട് ഈ ട്വിസ്റ്റഡ് സ്പയർ റീസ്റ്റോർ ചെയ്യപ്പെട്ടു. സെന്റ് ലാംബർട്ടസ് ചർച്ച് വെറും ഒരു ആരാധനാലയമല്ല, ഡ്യൂസൽഡോഫിന്റെ കരുത്തിന്റെയും സമ്പന്നമായ ചരിത്രത്തിന്റെയും സ്മാരകമാണിത്. നിങ്ങളൊരു വാസ്തുവിദ്യാ തൽപരനോ ചരിത്രപ്രേമിയോ അല്ലെങ്കിൽ ജിജ്ഞാസയുള്ള സഞ്ചാരിയോ ആകട്ടെ, ഈ പള്ളി നഗരത്തിന്റെ ആത്മാവിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു.